മഴ ഭയങ്കരമായിട്ട് വലിയ ഇതായിട്ട് പെയ്യുന്നില്ല, ശക്തമായിട്ടൊന്നും പെയ്യുന്നില്ലെങ്കിലും കാറ്റ് നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. കാറ്റ വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നില്ലെന്ന് തോന്നുന്നില്ലേ? പക്ഷേ ഭയങ്കര കാറ്റ്. ഇടി മുഴങ്ങുന്നത് കേട്ടോ. വേനൽ മഴ, ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ് പോലെ കാറ്റടിക്കുക. നിങ്ങൾക്ക് ഇതിൽ കൂടെ അധികം ഇതായിട്ട് കാണത്തില്ലെന്ന് തോന്നുന്നുണ്ട്. മഴ, ഗംഭീര മഴ, മഴ പെയ്യുന്നതേ ഉള്ളൂ. കാറ്റ് ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടോ? ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇതിലും ഭയങ്കര കാറ്റായിട്ടായിരുന്നു. 5 വർഷത്തിന് മുമ്പ് ഇങ്ങനൊരു കാറ്റുണ്ടായില്ലേ? 5 വർഷത്തിന് മുമ്പ് ഒരു കാറ്റുണ്ടായ ഓർമ്മയില്ലേ? രാവിലെ തൂത്തുവരിയിട്ട മിറ്റമാണേ. എല്ലാം നല്ല സൂപ്പറായി കിടക്കും. നല്ല കാറ്റല്ലായിരുന്നു. മഴ പെയ്തേതായാലും പൊടിയൊക്കെ ഒന്ന് അടങ്ങി. ഇടയ്ക്കിപ്പം 2-3 പ്രാവശ്യം ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചാറിയിട്ടുണ്ട്. എന്നാലും ആ 2 ദിവസം മഴ പെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് വെയിലങ്ങോട്ട് ഉറയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടങ്ങ് പൊടി ആയിട്ട് ഒരു തുള്ളി വെള്ളമൊക്കെ തറയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്ന പോലും അറിയത്തില്ല. അപ്പോഴേ കാണാൻ പോലും ഇല്ലായിരിക്കും. ഇപ്പം നാണ്ടെല്ലാം ഒരുവിധം ഒന്ന് മഴയൊക്കെ ഒന്ന് പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ചെടികൾക്കൊക്കെ ആയാലും ഒരു സന്തോഷവും വെള്ളം അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ. അങ്ങനെ മഴ പെയ്തിട്ട് തന്നെ ഇങ്ങനെ ഒഴുകുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ആ ഒഴുകിയതായിട്ടൊന്നും അറിയാൻ പോലും ഇല്ല. കണ്ടോ, നല്ലപോലൊരു തൂപ്പിന് കിടപ്പുണ്ട്. പക്ഷെ ഞാനിപ്പം തൂക്കുന്നില്ല, നാളെ രാവിലെ തൂക്കുന്നതേ ഉള്ളൂ. എനിക്ക് വയ്യ, രാവിലെ തൂത്തിടുന്നതേ ഉള്ളൂ. അപ്പം പടപടാന്ന് ഏതാണ്ടൊക്കെ വീഴുന്നുണ്ടായിരുന്നു. കുമ്പളങ്ങയൊക്കെയാണ് വീണേക്കുന്നതെന്ന് തോന്നുന്നു. കാറ്റടിച്ചപ്പം അതൊക്കെ പോയി ഇങ്ങനെ എടുക്കണം. കഴിയുമ്പോൾ നമുക്കൊരു കറി ഉണ്ടാക്കാം. കുമ്പളങ്ങ വീണിട്ടുണ്ടെങ്കിൽ മഴ പെയ്തപ്പം പിള്ളേരെല്ലാം ഇറങ്ങി നിന്ന് മഴ നനയുമായിരുന്നു. കോഴിപ്പിള്ളേരല്ല, അവർക്കൊരു സന്തോഷം, അവരുടെ ശരീരത്തെ ചൂടൊക്കെ ഒന്ന് പോവല്ലോ എന്നുള്ളത്. ഞാനേ ഒരു പരിപാടിയില്ല ഇവിടെ. എന്തുവെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണി തന്നെയാന്നേ. ഉണ്ണിയപ്പം. കരണ്ടങ്ങ് പോവുക ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും അങ്ങനെ പോയോയെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് പോവുകയും വരുകയും ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നമുക്ക് എണ്ണയില്ലായിരുന്നു കേട്ടോ, എണ്ണ തീർന്നു പോയായിരുന്നു. അപ്പം അജിമോൻ പോയിട്ട് എണ്ണ മേടിച്ച് കൊണ്ടുവന്നു തന്നു. അപ്പം ഞാനിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. നമുക്ക്
നമ്മുടെ അന്നത്തെ മാർഗം എന്ന് പറയാം. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഉണ്ണിയപ്പം ഉണ്ടാക്കുവാന്നോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കും. ഓരോ വീട്ടിൽ ഓരോ ദിവസം എന്ന് നമുക്കിവിടെ എന്തോന്നറിയോ ഇത്രയും ഒരു പ്രയാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോഴികളെല്ലാവരും എന്നും ഒന്നും മുട്ടയിടത്തില്ലായിരിക്കും. ഇപ്പം കുറച്ച് കോഴിയേ ഉള്ളൂ, 40 പേരുണ്ട്. ചിലപ്പോൾ 40 ഒന്നും മുട്ടയിടത്തില്ലായിരിക്കും. അത് കൊടുക്കുന്ന തീറ്റയുടെ അനുസരിച്ച് ഇരിക്കും. അതേസമയം അവരെ ഇങ്ങനെ നമ്മൾ തുറന്നങ്ങ് വിട്ടേക്കുവാണെങ്കിൽ അവർ നമ്മുടെ അയ്യത്തൊക്കെ പോയി ചെതഞ്ഞ് പല സാധനങ്ങൾ തിന്ന് അവരങ്ങ് വയർ നിറയ്ക്കും. ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഇച്ചിരി അരിയോ ചോറോ ഒക്കെ വാരിയിട്ടങ്ങ് കൊടുത്തു കഴിയുമ്പോൾ അത് മതി. ഇതങ്ങനല്ല, ഇതെങ്ങും വിടുന്നില്ല. അവരെ ആ കൂട്ടിൽ കിടക്കും, കൂട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും. എന്നിട്ട് ആ കൂട്ടിനകത്തും ആ പുറത്തു പോയിട്ട് നമ്മളിട്ട് കൊടുക്കുന്ന ഒരു തീറ്റി തിന്നും. അതുങ്ങൾ കോഴിയല്ലേ, എപ്പോഴും തിന്നുകൊണ്ടിരിക്കും. അതുങ്ങൾക്ക് എത്ര തിന്നാലും തികയത്തില്ല. അങ്ങനെ അപ്പം അത് നമ്മളെ സാരമായി അങ്ങോട്ട് ബാധിക്കും. അത് ഒന്നാമത്തെ പ്രശ്നം. മുട്ടയിട്ടാലും മുട്ടയിട്ടില്ലേലും നമ്മൾ തീറ്റി കൊടുക്കണം. തീറ്റി നമ്മൾ മേടിക്കണം. തീറ്റിക്ക് നല്ലൊരു പൈസ വേണം. അജുവിനോട് നമുക്കെന്നാൽ കോഴി ഒരു 10 എണ്ണത്തിന് നിർത്തിയിട്ട് ബാക്കി കൊടുക്കും മോനെ എന്ന് പറഞ്ഞാൽ അജു ഒന്ന് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. ഒരു 10 എണ്ണത്തിന് നിർത്തിയിട്ട് ബാക്കി അങ്ങ് കൊടുത്തേനെ. ഒത്തിരി എണ്ണത്തിന് ഞാൻ വഴക്കിട്ട് ചുമ്മാതെയും അല്ലാതെയും ഒക്കെ കൊടുത്തു തീർത്തു. അങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ നേരത്തെ കാണുമ്പം അതിലൊരു വീഡിയോയിൽ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള സുഭാഷിണിയമ്മ എന്ന് പറയുന്ന അമ്മ പിന്നെ മുട്ട മേടിക്കാൻ വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തായിരുന്നു ഞങ്ങളുടെ സുഭാഷിണിയമ്മയുടെ. പിന്നെ അപ്പം പിന്നെ ഓർക്കാപ്പുറത്ത് എടുത്തതായിരുന്നു. അന്ന് ഞാനും അജുമോനും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു. അന്നേരമായിരുന്നു സുഭാഷിണിയമ്മ രാവിലെ മുട്ടയ്ക്ക് ഇങ്ങോട്ട് വന്നത്. സാധാരണ സുഭാഷിണിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിച്ച് വൃത്തിയായി രാവിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് രാവിലെ കുളിയും കഴിഞ്ഞെല്ലാം ഒരുങ്ങി പൊട്ടും തൊട്ട് കുറിയിട്ട് നല്ല സുന്ദരിക്കുട്ടിയായിട്ടാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ സുഭാഷിണിയമ്മ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അന്നൊരു ആ ദിവസം മാത്രം ഇതുപോലെ ഞങ്ങൾ പിന്നെ രാവിലെ അവിടെ എന്തോ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളയപ്പം അങ്ങനെ എന്തോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുട്ടയില്ലായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളിതുപോലെ പോകാൻ ഒരുങ്ങുമെന്ന് പറഞ്ഞപ്പം എന്നാൽ നിങ്ങൾ ഒരുങ്ങിക്കോ, പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിണിയമ്മ വന്ന് മുട്ട മേടിച്ചുകൊണ്ട് അന്നേരം ഞാൻ അജുവാന്നോ ഞാനാന്നോ മുട്ട കൊണ്ട് കൊടുക്കാൻ ഇറങ്ങി ഇങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോയും എടുത്ത് അന്നൊരു ദിവസം സുഭാഷിണിയമ്മ അന്നേരം കുളിച്ചില്ലായിരുന്നു. അന്നേരം എല്ലാം മിറ്റം തൂപ്പൊക്കെ കഴിഞ്ഞിട്ട് ഓടി ഇങ്ങ് വരുമായിരുന്നു. അപ്പം ഇപ്പം ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ സുഭാഷിണിയമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പിന്നെ 1-ാം തീയതി മലയാള മാസം 1-ാം തീയതി മെനഞ്ഞാന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. നമ്മുടെ കലഞ്ഞൂർ മഹാദേവർ ക്ഷേത്രത്തിൽ പോവായിരുന്നു തൊഴാനായിട്ട്. ഇന്ന് സുഭാഷിണിയമ്മ ശബരിമലയിൽ പോകാനായിട്ടിരുന്നതാണ്. നമ്മുടെ ഇവിടെ ഗുരുമന്ദിരത്തിൽ നിന്ന് ശബരിമലയിൽ എല്ലാവരും പോകുന്നുണ്ട് ഇന്ന് പോകാനായിട്ട്. എല്ലാം റെഡിയായി, നെയ്ത്തേങ്ങ വരെ ഉണ്ട്, എല്ലാം നിറച്ച് റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പം ഈ പിന്നെ എന്ത് പറയുന്നത്, അന്ന് അമ്പലത്തിൽ പോകാനായിട്ട് കുറച്ച് ദിവസം കൊണ്ട് മിക്കവാറും നമ്മുടെ ഇവിടുന്ന് മുട്ട മേടിക്കുന്നത്. അന്നേരം അജു ചോദിക്കും സുഭാഷിണിയമ്മ ഈ മുട്ട വേണ്ടായോ? അന്നേരം പറയും എടാ കുഞ്ഞേ എനിക്ക് നോയമ്പാടാന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ നോയമ്പായിരുന്നു. അന്നും അമ്പലത്തിൽ പോയി, രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് പോയി. അപ്പം KSRTC ബസ് വന്നിട്ട് സുഭാഷിണിയമ്മയെ തട്ടിയ റോഡ് ഇങ്ങനെ അങ്ങോട്ട് പിന്നെ അവിടെ കലഞ്ഞൂര് എങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. പിന്നെ അങ്ങനെ പിന്നെ വണ്ടി തട്ടി KSRTC ബസ് ഇടിച്ച് തെറിപ്പിച്ചു എന്ന് പറയാം. ഇപ്പം ഹോസ്പിറ്റലിലാണ്, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. എല്ലാവരും ഇതുവരെയായിട്ടും ബോധം വീണിട്ടില്ല സുഭാഷിണിയമ്മയ്ക്ക്. എല്ലാവരും, ഞാനും അജിമോനും, അവനാണെങ്കിൽ നമുക്ക് ഓരോരുത്തരോടൊരു സ്നേഹമാണ്. ചിലപ്പോൾ അവരോട് നമ്മുടെ ഉള്ളിലായിരിക്കും ചില മനുഷ്യരോട് നമുക്ക് സ്നേഹം
നമ്മൾ പുറമേ അവരോട് നമുക്ക് ദേഷ്യമായിരിക്കും, നമ്മൾ പിണക്കമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ നോക്കുമ്പം. പക്ഷെ ഒരു മനുഷ്യൻ്റെയും മനസ്സിനകത്ത് കയറി ആർക്കും നോക്കാൻ പറ്റത്തില്ലല്ലോ ഓരോരുത്തരുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന്. ആരോടൊക്കെ ആയിരിക്കും നമുക്ക് സ്നേഹമുള്ളത്, സ്നേഹമില്ലാത്തതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളോട് നമ്മൾ ഭയങ്കര പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ ബദ്ധശത്രുക്കളായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, ഇല്ലയോ? അങ്ങനെ പിന്നെ സുഭാഷിണിയമ്മയോടായാലും അങ്ങനെ ഒത്തിരി കുറച്ച് ആൾക്കാരുണ്ട്, അവരോടൊക്കെ നമുക്ക് വല്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റാണ്. പുറമേ എങ്ങനെയൊക്കെയാണ് നമുക്കറിയത്തില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ മനുഷ്യരോടൊരു അങ്ങനെ ഒത്തിരി പേരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പുന്നമൂട്ടിൽ ആരോടും പ്രത്യേകിച്ച് ഒരു ദേഷ്യമില്ല കേട്ടോ. ഇന്നത്തെ ഈ ഒരു വിഷമത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പുന്നമൂട്ടി ഒറ്റ മനുഷ്യരോടും ഒരു ദേഷ്യവുമില്ല. ഒറ്റ മനുഷ്യരോട് ഞങ്ങളുടെ ഇവിടെ ഒറ്റ മനുഷ്യരോടും ഒരു ദേഷ്യവുമില്ല. പുറമേ ചിലപ്പം ദേഷ്യമൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ സംസാരത്തിലൂടെയൊക്കെ ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലില്ല കേട്ടോ, ആരോടും ഒരു ദേഷ്യവുമില്ല. കാണുമ്പോൾ പിന്നെ കേൾക്കുമ്പോഴും മനുഷ്യർക്ക് ചിലപ്പോൾ എന്തെങ്കിലും തോന്നും, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യരോടും ഒരു ദേഷ്യവുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദേഷ്യവുമില്ല. എല്ലാവരും എൻ്റെ സുഭാഷിണിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ അത്രയേ ഉള്ളൂ, എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഇന്ന് സുഭാഷിണിയമ്മ പിന്നെ ശബരിമല പോകേണ്ടുന്ന ആളാണ്. ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് 8 മണിക്ക് പോവും ശബരിമലയിൽ. അപ്പം ഇന്ന് പോകേണ്ടുന്നതായിരുന്നു, പക്ഷെ അത് പറ്റത്തില്ല. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ വിഷമങ്ങൾ എല്ലാവരും എൻ്റെ സുഭാഷിണിയമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. താങ്ക് യു.